ബിഗിലേ. യോ എന്റെ പൊന്നെണ്ണ, നിങ്ങൾ എങ്ങനെയാണ് ചുമക്കാതെ ഇതേപോലെ തൊണ്ട കാറിക്കൊണ്ട് ബിഗിലേ എന്നൊക്കെ വിളിച്ച് പറയണത്? അപ്പൊ സുഹൃത്തുക്കളെ, നോമ്പെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പോകുന്ന സമൂശയം ബിഗിൽ എന്ന സിനിമയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങളുടെ മുമ്പിലേക്ക് പകർത്തി വിളമ്പിത്തരാം. നമ്മളെ ബിഗിലണ്ണന്റെ ഗുണ്ടയായ തന്തരായപ്പ അണ്ണനെ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു സീനാണ് ഇത്. രായൻ തന്റെ ചിങ്കിടിയായ പൈങ്കിളി വർണ്ണനുമായി കാറിൽ ഉഹലോക കാർവർണ്ണനെ ഇടിച്ചമർത്താനായി ഉണ്ടകളുടെ കൊള്ളസംഘത്തിലേക്ക് നെടുവരിനായിട്ട് ചെന്ന് കയറി കൊടുക്കുന്നു. അന്നേരം അവിടെയുള്ള ഉണ്ട വിദഗ്ധർ രായനെ പൊതിഞ്ഞു വളഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങുന്നു. നീ പുറത്തു വന്ന രായ ഇടവും വലവും നോക്കാതെ എല്ലാരും ചേർന്ന് പ്ലച്ചന പ്ലക്കും. അത് നമ്മളെ ദിനോസറിന്റെ കാലത്തെ കണ്ടുപിടിച്ച തമിഴ് മൊഴിയാണ് സത്യം സത്യം സത്യം. പക്ഷെ അണ്ണ ഒരു തരി പോലും പതറാതെ ഒരൊറ്റ ഡയലോഗ് മാത്രമേ അടിച്ചോളന്നു. യോ രായണ്ണ, തുണ്ടയ്ക്ക് എന്തിനു പറ്റിയാണ് നിങ്ങൾക്ക്? അച്ഛനെ തുണ്ടയ്ക്ക് ഇതേണക്ക് എന്തെങ്കിലും ഒക്കെ അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രെപ്സിൽസ് കഴിച്ചാൽ മതി, അതങ്ങ് മാറിക്കോളും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. ആശാന് തൊണ്ട ഇതേണക്ക് വയ്യാത്തോണ്ട് പറഞ്ഞതല്ലോ. കൂടെ കൂടെ ഇതേണക്ക് ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളു കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ അതിനുശേഷം അണ്ണൻ കാറിന്ന് പുറത്തിറങ്ങി വലതുനിന്ന് വരുന്നവരെയും ഇടതുനിന്ന് വരുന്നവരെയും ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചുണ്ടായവന്മാരെയും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കുത്തി വെട്ടിപ്പുളക്കുന്നു. കണ്ടില്ലേ, വടക്കി തുളയിടണ പോലെയാണ് ഓരോരുത്തന്മാരെ കുത്തി കയറ്റണെന്നായി. വാവു, കഴുത്തൊക്കെ അറുക്കണത് വെണ്ടയ്ക്ക നുറുക്കണ പോലെയാണ്. അവസാനം ഈ രണ്ട് പാലകന്മാരെ കഴുത്തറുത്ത അണ്ണന്റെ കൊലവെറി അടങ്ങുന്നത് കണ്ട് പേടിച്ച് വരണ്ട് നേരത്തെ വടക്കി ഓട്ടേട്ടവന്മാരും വെട്ടിപ്പാളിസാക്കിയവന്മാരും പൊടിയും തട്ടി കുണ്ടിയും തടവി തിരിഞ്ഞു നോക്കാതെ 6:60 വലിച്ചറുക്കുന്നു. അവിടെ ഈ കിണയന്മാരല്ലേടെ നേരത്തെ വെട്ടി പാളിസാക്കി വിട്ടത്. പിന്നെ എങ്ങനെയാടാ ഇതൊക്കെ ഏത് മൾട്ടിവേഴ്സിലേ എന്റെ രായണ്ണ നടക്കണത്? എർത്ത് 27,635 ഇതൊക്കെ നടക്കണം. അവിടെ ഉള്ളവന്മാരെല്ലാരും പല്ലിക്കുണ്ടായവന്മാരായിരിക്കും. വെട്ടിയിട്ട തുന്നി വരുന്ന ടീമുകളാണെന്ന്. എന്റെ പൊന്നോ, ഇതേ കണക്ക് തന്നെ യവന്മാർ ഈ ഒരു സീനിലും പടച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഉണ്ടെണ്ണം പ്ലച്ചന കഴുത്തിൽ കുത്തി ഇറക്കി ഓട്ടയിടുന്നു. ഈ കാണുന്ന എഡ്വേർഡ് ബീരാൻ ഉണ്ണികൃഷ്ണൻ. നമ്മൾ വിചാരിക്കുക അണ്ണൻ ചത്ത് മലരുമെന്ന്. സ്വാഭാവികം. പക്ഷെ ഉയിര് പോവില്ല. നേരെ ഹോസ്പിറ്റലിലോട്ട് പൊക്കി എടുത്തോണ്ട് പോയി അണ്ണൻ എങ്ങനെ രക്ഷപ്പെടുത്തും? ആരി? ബിഗിലണ്ണൻ രക്ഷപ്പെടുത്തും. ബിഗിലണ്ണൻ താങ്ക് ഗോഡ്. കഴുത്തിൽ ചപ്ലാഞ്ചിനെ പോലെ 3-4 കുത്തും മേടിച്ച് ബാൻഡ് തൊട്ട് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂലെന്ന്. പെറ്റ തള്ള വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടല്ലാപ്പ. പിന്നെ കാണിക്കണത് തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷനിലെ ഒരു സാരഥി മാമൻ കുറ്റിയും പറിച്ചുകൊണ്ട് അണ്ണനെ കാണാൻ വരണത്. ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ എന്ന് പറയണം സുഹൃത്തുക്കളെ. മെഡിക്കൽ മിറക്കിൾ. കഴുത്തിൽ കുത്തി ഇപ്പുറത്ത് ഓട്ട വന്ന് ജീവച്ഛവമായി കിടക്കുന്ന ഡേവിഡ് ബീരാൻ ഉണ്ണികൃഷ്ണൻ തോരാതെ മാമന്റെ കൂടെ കുണുകുണാന്ന് സംസാരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കണ്ണും തള്ളി അന്തം വിട്ടിരുന്ന് കാണാമെന്ന്. ഇപ്പൊ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 വാക്ക് അങ്ങനെ വിക്കിയൊക്കെ സംസാരിപ്പിക്കായിരുന്നു ആശാനെ കൊണ്ട്. ഇതേപോലെ മാമ സുഖം തന്നെ, മാമന് എനിക്കൊരു ഉണ്ണിയപ്പം തരൂ എന്നൊക്കെ വേണമെങ്കിൽ സംസാരിപ്പിക്കായിരുന്നു ചെറുതായിട്ട്. ഇത് പിന്നെ 520 പേജുള്ള കഥ മൊത്തം മ്യാമന് കുത്തിയിരുന്ന് വാതോരാതെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഈ കിടക്കുന്ന അത്ര വെടിപ്പുള്ളവനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സഹോദരനെയും സഹോദരിയെയും പോലെ കാണേണ്ട ഈ 2 വ്യക്തികളുടെയും ഉത്സിതം യമ ഒളിഞ്ഞ് നോക്കി ഈ കിളവന് മൊത്തം പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് കിളവങ്ങ് സുഖിച്ചങ്ങിരിക്കുമെന്ന്. അതിൻ്റെ ഇടയിൽ ഒരു പാട്ട്, ചേച്ചി അണ്ണന്റെ പുറത്ത് തൊടുമ്പോൾ അണ്ണന് വരുന്ന വികാരം വേറെ ഇവൻ നോട്ട് ചെയ്ത് വെച്ച് ഈ കിളവന്റെ അടുത്ത് വള്ളി പുള്ളി വിടാതെ മൊത്തം വിളമ്പി കൊടുക്കും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ട രോമാറ്റം നോക്കി. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം എനിക്കറിയാലോ. ഇങ്ങനെയൊക്കെ കുത്ത് കിട്ടിയിട്ട് വാതോരാതെ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ 425 കുത്ത് ഞാൻ ഏറ്റ് വാങ്ങിച്ചേനെ നല്ലോണം സംസാരിക്കാൻ വേണ്ടി. എന്നാൽ ഈ കുത്ത് കിട്ടിയിട്ട് യാത് ഡോക്ടറുടെ അവന് ബാൻഡേജ് ഇട്ട് കൊടുത്തത് ആടാ നീയൊക്കെ? ഇത് യാവനാണോ എന്തോ എഴുതി പടച്ചു വിട്ടത്. എന്തായാലും കൊള്ളാം സുഹൃത്തുക്കളെ, നാം പോവുകയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് അയച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം.
ശരി എന്നാ പോണം. ഞാൻ പോകുന്നു. ബൈ ബൈ.